അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള കൂടുതൽ മരുന്ന് ഇന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിക്കും. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംഷീർ വയലിലാണ് മരുന്ന് എത്തിക്കുന്നത്. ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ ആണ് എത്തിക്കുക. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചെത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണല്ലോ ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിക്കുന്നത്. ഡോക്ടർ ഷംഷീർ വയലിൽ ഈ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നു എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ? ഗോപി, ഇപ്പം നിലവിൽ കേരളത്തിൽ 2 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിച്ച് ചികിത്സയിലുള്ളത്. ഒരാൾക്ക് പോസിറ്റീവാണ്, ഫലം പോസിറ്റീവാണ്. അതിൽ ഒരു കുട്ടിയുടെ, ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടി ഇതിൻ്റെ രോഗലക്ഷണങ്ങളുണ്ട്, ഈ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ ഫലം ഇന്ന് ലഭിക്കും. തമിഴ്നാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് സ്രവം. അതിൻ്റെ ഫലം ഇന്ന് തന്നെ കിട്ടും. പക്ഷേ കുട്ടി ഇന്ന് മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ എണ്ണം കൂടുന്നവരുടെ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ഷംഷീർ വയലിൽ വഴി മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിക്കാനുള്ളൊരു നീക്കം നടത്തിയത്. മുമ്പും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചപ്പോൾ ജർമ്മനിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട് മരുന്ന് എത്തിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഷംഷീർ വയലിൽ വഴി സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം മരുന്ന് എത്തിക്കുന്നത്. അതിൻ്റെ ആദ്യ ബാച്ച് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. മുമ്പും ഇത്തരത്തിൽ മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ കുട്ടികളിലേക്കും മറ്റും പടരുന്നൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.